ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 72, 73 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. അതിലടങ്ങിയ ആശയങ്ങളെക്കുറിച്ചാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. وإذ قتلتم نفسا فادارأتم فيها والله مخرج ما كنتم تكتمون فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. وإذ قتلتم نفسا فادارأتم فيها والله مخرج ما كنتم تكتمون فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. ബനു ഇസ്രായേൽ വിഭാഗത്തെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത്, വഇദ് ഖതൽതും നഫ്സൻ ഫദ്ദാറഅതും ഫീഹാ, ഇസ്രായേൽ സന്തതികളെ, നിങ്ങളൊരു ദേഹത്തെ, ആളെ കൊലപ്പെടുത്തിയിട്ട് അതിൽ നിങ്ങൾ അന്യോന്യം ആരോപണം നടത്തി ഒഴിഞ്ഞു മാറിയ സന്ദർഭം ഓർക്കുക. അല്ലാഹു ആകട്ടെ നിങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതിനെ വെളിക്ക് വരുത്തുന്നവനുമത്രേ. ഫഖുൽന ദ്രിബൂഹു ബിബഅദിഹാ, അപ്പോൾ നാം പറഞ്ഞു, നിങ്ങൾ അവനെ അതിന്റെ പശുവിന്റെ ചില ഭാഗം അഥവാ ഒരംശം കൊണ്ട് അടിക്കുവിൻ. കദാലിക യുഹ്യില്ലാഹുൽ മൗത, അപ്രകാരം അല്ലാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു. വയുരീക്കും ആയാതിഹി ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുവാൻ വേണ്ടി അവന്റെ ദൃഷ്ടാന്തങ്ങളെ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു. നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമ് അദ്ദേഹത്തിന്റെ ജനതയോട് പശുവിനെ അറുക്കുവാൻ വേണ്ടി കൽപ്പിച്ച കാര്യം നാം നേരത്തെ മനസ്സിലാക്കി. വഇദ് ഖാല മൂസ ലിഖൗമിഹി ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ ഖാലു അതത്തഖിദുനാ ഹുസുവ ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. അവിടെ നിങ്ങോട്ട് ഉള്ള ആയത്തുകളിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് ഒരു പശുവിനെ അറുക്കുവാൻ വേണ്ടി കൽപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ എന്തിനാണ് അറുക്കുവാൻ വേണ്ടി കൽപ്പിച്ചത്? എന്തായിരുന്നു അതിന്റെ കാര്യം? എന്തിനു വേണ്ടിയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയോട് പശുവിനെ അറുക്കാൻ വേണ്ടി പറഞ്ഞത്? അത് ആ ആയത്തുകളിൽ നിന്ന് വ്യക്തമല്ല. പക്ഷേ ഈ ആയത്തിൽ അത് വളരെ വ്യക്തമാണ്. വഇദ് ഖതൽതും നഫ്സൻ ഫദ്ദാറഅതും ഫീഹാ, നിങ്ങൾ ഒരു നഫ്സിനെ, ഒരു ശരീരത്തെ, ഒരു ദേഹത്തെ അല്ലെങ്കിൽ ഒരാളെ
വധിച്ച ആ സന്ദർഭമുണ്ടല്ലോ, അത് നിങ്ങൾ കൃത്യമായും ഓർക്കേണ്ടതുണ്ട്. നിങ്ങൾ ആ കൊല ചെയ്യുക മാത്രമല്ല ചെയ്തത്, അതിനുശേഷം ഫദ്ദാറഅ്തും ഫീഹ, നിങ്ങൾ അന്യോന്യം ആരോപണം നടത്തി ഒഴിഞ്ഞു മാറിയ ആ സന്ദർഭം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരാളെ വധിക്കുന്നു, ആ വധിച്ചു കഴിഞ്ഞതിന് ശേഷം ആ മൃതദേഹത്തെ ഉപേക്ഷിക്കുന്നു, എന്നിട്ട് ആരാണ് കൊല ചെയ്തതെന്ന് അത് വ്യക്തമാക്കാതെ, അല്ലെങ്കിൽ അന്യായമായി ഒരാളെ കൊലപ്പെടുത്തിയിട്ട് അതിന്റെ യഥാർത്ഥമായ പ്രതിക്രിയയോ അല്ലെങ്കിൽ അതിനാവശ്യമായ ശിക്ഷാവിധിയോ നടപ്പിലാക്കാതെ നിങ്ങൾ ആ പ്രവൃത്തി ചെയ്തത് ആരാണെന്ന് ഒളിച്ചു വെച്ചുകൊണ്ട് അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് പരസ്പരം ആരോപണം നടത്തി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച ആ സന്ദർഭം, യഥാർത്ഥത്തിൽ അള്ളാഹുവിന് എല്ലാ സത്യവും പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ളവനാകുന്നു അള്ളാഹു എന്ന കാര്യം യാതൊരു സംശയവുമില്ല. എത്ര തന്നെ നിങ്ങൾ എന്തൊക്കെ മറച്ചു വെച്ചിരുന്നാൽ പോലും അള്ളാഹുവിന് അത് പുറത്തേക്ക് കൊണ്ടുവരാൻ യാതൊരു പ്രയാസവുമില്ല. അല്ലാഹു മുഖ്രിജുൻ മാ കുൻതും തക്തുമൂൻ, അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവരുന്നവനാണ്. മാ കുൻതും തക്തുമൂൻ, നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒളിയും മറയുമൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവനെല്ലാം ദൃശ്യമാകുന്നു. അവൻ അദൃശ്യമായി യാതൊന്നും തന്നെ ഇല്ല. അള്ളാഹു എല്ലാം നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഗുണവിശേഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാം അറിയുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ഉറങ്ങാത്തവൻ, മയങ്ങാത്തവൻ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ. അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അവന് ഉറക്കവും മയക്കവും ബാധിക്കുകയില്ല. അങ്ങനെയുള്ള ആ അള്ളാഹുവിന് നിങ്ങൾ ആരെങ്കിലും നടത്തിയ ഒരു ക്രൂരമായ ഒരു പ്രവർത്തനം അതാരാകുന്നു നടത്തിയത് എന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാൻ ഒരു പ്രയാസവുമില്ല. ആ കാര്യത്തെയാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് തുടർന്നുള്ള ആയത്തിൽ ഫഖുൽന ദ്രിബൂഹു ബിബഅദിഹ, അപ്പോൾ നാം പറഞ്ഞു, നിങ്ങൾ അവനെ അതിന്റെ പശുവിന്റെ ചില ഭാഗം അഥവാ ഒരംശം കൊണ്ട് അടിക്കുവിൻ. അതായത് മരിച്ചു കിടക്കുന്ന മനുഷ്യനെ, ആ മനുഷ്യനെ അടിക്കുക. ആ ബിബഅദിഹ, അതിന്റെ ചില ഭാഗങ്ങൾ കൊണ്ട്, പശുവിന്റെ ചില ഭാഗങ്ങൾ കൊണ്ട്. പശുവിനെ അറുക്കുവാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ആ പശുവിനെ അതിന്റെ ചില ഭാഗങ്ങൾ കൊണ്ട് ആ മരിച്ചുപോയ മനുഷ്യനെ അടിക്കുവാൻ വേണ്ടി കൽപ്പിക്കുന്നു. ഫഖുൽന ദ്രിബൂഹു ബിബഅദിഹ കദാലിക യുഹ്യില്ലാഹുൽ മൗത, അപ്രകാരം അല്ലാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു. അപ്രകാരം അല്ലാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മരിച്ചുപോയ ഒരാളെ ജീവിപ്പിച്ചു കൊണ്ടുവരുവാനോ, രോഗമുള്ള ഒരാളെ ആരോഗ്യകരമായ ഒരവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനോ, അതുപോലെ ഒരിക്കലും മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യന്റെ കഴിവുകൾക്ക് വിധേയമല്ലാത്ത അല്ലെങ്കിൽ മനുഷ്യർക്ക് സാധിക്കാത്ത ഒട്ടേറെ കാര്യങ്ങൾ അത് നടപ്പിൽ വരുത്തുവാനോ അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല. ഇവിടെ ഒരാൾ മരിച്ചു കിടക്കുന്നു. ആ മരിച്ചു കിടക്കുന്ന മനുഷ്യനെക്കുറിച്ച് അയാൾ ആര് വധിച്ചു എന്നതിൽ പരസ്പരം ആരോപണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിനെ എല്ലാം പുറത്തേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നവനാകുന്നു. കദാലിക യുഹ്യില്ലാഹുൽ മൗത, ഇവിടെ ഒരാളെ ഈ പശുവിനെ അറുക്കുവാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നു. അള്ളാഹു അത് കൽപ്പിച്ചതിനു ശേഷം ആ പശുവിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് ഈ മനുഷ്യനെ അടിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. ഇവിടെ ഏതെങ്കിലും ഒരു മൃഗത്തെ അറുത്തിട്ട് അതിന്റെ ഒരു ഭാഗമെടുത്ത് മരിച്ചുപോയ ഒരു മനുഷ്യന്റെ മൃതദേഹത്തിൽ അടിച്ചാൽ അയാൾക്ക് ജീവനുണ്ടാകുമെന്ന് ഒരു പൊതുവായ ഒരു കാര്യം പറയുകയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചെയ്യുന്നത്. അത് അസംഭവ്യമാണ്. ഇത് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ്, അള്ളാഹുവിന്റെ ഒരു പ്രവൃത്തിയാണ്.
നിങ്ങൾ ഇപ്രകാരം ചെയ്യുക. അപ്രകാരം പ്രവർത്തിച്ചാൽ ആ മനുഷ്യന് ജീവനുണ്ടായിത്തീരും. കദാലിക യുഹ്യില്ലാഹുൽ മൗത വയുരീക്കും ആയാതിഹി ലഅല്ലക്കും തഅഖിലൂൻ. നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുവാൻ വേണ്ടി അവന്റെ ദൃഷ്ടാന്തങ്ങളെ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു. ഈ ഒരു പ്രവൃത്തിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സത്യത്തെ പുറത്തു കൊണ്ടുവരിക മാത്രമല്ല, മറിച്ച് അള്ളാഹുവിന്റെ കഴിവ് അതെപ്രകാരമാകുന്നു എന്ന് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ട് അവർക്കത് കാണിച്ചു കൊടുക്കുക കൂടി ചെയ്യുന്നു. അള്ളാഹുവിനത് പ്രയാസമുള്ള കാര്യമല്ല. മരിച്ചുപോയ മനുഷ്യന്മാർ എങ്ങനെയാണ് ജീവിക്കുന്നത്? അത് അസംഭവ്യമാകുന്നു, അത് സാധ്യമല്ല. മരിച്ച ഒരാൾ മരിച്ച മണ്ണോട് ചേരുന്നു, അതല്ലെങ്കിൽ മരിച്ച മനുഷ്യനെ കത്തിച്ചു കളയുന്നു, അത് ചാരമായി മാറുന്നു. അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വന്യജീവികളോ മറ്റോ ഒരു മനുഷ്യനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അയാളെ കൊന്നു തിന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ പല ഭാഗങ്ങളായി, പല കഷ്ണങ്ങളായി, പല ജന്തുക്കളുടെയും വയറിന്റെ ഉള്ളിലേക്ക് പോയി അങ്ങനെ ആ മനുഷ്യൻ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ പോലും കദാലിക യുഹ്യില്ലാഹുൽ മൗത, അപ്രകാരം അള്ളാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു. അള്ളാഹുവിനത് പ്രയാസമുള്ള കാര്യമല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന്, ഒരു മനുഷ്യൻ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതുപോലെ, മനുഷ്യൻ ഒരു മനുഷ്യനാണെന്ന് പറയപ്പെടുന്ന ഒരവസ്ഥയില്ലാതിരുന്ന ഒരു സന്ദർഭം, അങ്ങനെ വിളിക്കപ്പെടാതിരുന്ന ഒരു സന്ദർഭം, ഒരവസ്ഥ കഴിഞ്ഞുപോയ ആ ഒരു ഘട്ടം കഴിഞ്ഞ് അവൻ ബീജമായി, അവൻ സിക്താണ്ഡമായി, ഭ്രൂണമായി വളർന്നു വന്ന് മാതാവിന്റെ ഗർഭാശയത്തിലൂടെ ഈ ലോകത്തേക്ക് പുറത്തേക്ക് വന്നൊരു കുഞ്ഞായി, അങ്ങനെ പിന്നീട് നടക്കുവാനും ഓടുവാനും തുടങ്ങി വളർന്നു വലുതായി ഒരു മനുഷ്യനായി തീരുന്ന ആ അവസ്ഥ വരേക്കും ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞുകൊണ്ടാണ് ഓരോ മനുഷ്യനും യഥാർത്ഥത്തിൽ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നുമില്ലാത്ത ഒരവസ്ഥ മനുഷ്യന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവൻ ആരാകുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവന് ഒന്നുമില്ലാത്തതിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കാമെങ്കിൽ മരിച്ചുപോയ ഒരാളെ വീണ്ടും ജീവിപ്പിക്കുവാൻ അവനെന്ത് പ്രയാസം എന്ന മനുഷ്യനെ ചിന്തിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു ദൃഷ്ടാന്തം കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ ബനൂ ഇസ്രായേൽ വിഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തത്. ഇപ്രകാരമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പ്രവൃത്തിയെ യഥാർത്ഥത്തിൽ ആ സമുദായത്തിനുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച ഒരു പ്രവാചകൻ അവിടെ ജീവിക്കുകയും ആ പ്രവാചകന്റെ നിയമനിർദ്ദേശങ്ങൾ അപ്പടി മനസ്സിലാക്കി അതിന് വിധേയരായി അതിനെ ചോദ്യം ചെയ്യാതെ യഥാർത്ഥ അള്ളാഹുവിന്റെ അടിമകളായി ജീവിക്കുവാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള അത്തരമൊരു നിയോഗം യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൽപ്പനകൾക്ക് വിധേയമായിട്ടുള്ള ഒരു സമുദായം, ആ സമുദായത്തിന്റെ ധിക്കാരപരമായ സ്വഭാവം എന്തെല്ലാം അവർക്ക് നിരോധിക്കപ്പെട്ടുവോ ആ നിരോധിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും ചെയ്യുക എന്ന അവരുടെ ആ പ്രവൃത്തിയെ നാം ഒരുപാട് ആയത്തുകളിലൂടെ അത് മനസ്സിലാക്കി കഴിഞ്ഞു. നിഷേധികളായിരുന്ന ആളുകൾ ഒടുവിൽ അല്ലാഹു നിരോധിച്ച ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വധിക്കുക എന്ന അല്ലാഹുവിന്റെ നിരോധനം, ആ നിരോധനത്തിൽ അതിനെ ലംഘിച്ചുകൊണ്ട് ഒരാൾ മറ്റൊരാളെ വധിക്കുന്നു. എന്നാൽ വധിച്ചു കഴിഞ്ഞതിന് ശേഷമോ അതിൽ പശ്ചാത്താപമല്ല, അതിനെ ഒളിച്ചു വെച്ചുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുവാനും ആ പ്രവൃത്തിയെ ന്യായീകരിക്കുവാനും, അങ്ങനെ ഏതൊരു മനുഷ്യനാണോ കൊല്ലപ്പെട്ടത് ആ കൊല്ലപ്പെട്ട മനുഷ്യന്റെ അവകാശം പോലും നിഷേധിക്കുന്ന തരത്തിലേക്ക് അവർ വളർന്നപ്പോൾ അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ യഥാർത്ഥം കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതൊക്കെ അള്ളാഹുവിന് സാധിക്കുമെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പശുവിനെ അറുക്കുവാൻ വേണ്ടി പറഞ്ഞതും, പശുവിനെ അറുത്തതിനു ശേഷം അതിന്റെ ചില അംശങ്ങൾ കൊണ്ട്, അതിന്റെ ഭാഗങ്ങൾ കൊണ്ട് മൃതദേഹത്തെ അടിക്കുവാൻ വേണ്ടി പറഞ്ഞതും എന്ന കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായും അള്ളാഹുവിന് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുവാൻ എന്തിനാണൊരു പശുവിനെ അറുക്കുന്നത്? എന്തിനാണ് ആ പശുവിന്റെ ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് മൃതശരീരത്തിൽ അടിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ പ്രസക്തിയില്ല. അള്ളാഹുവിന്റെ ചില പ്രവർത്തനങ്ങൾ മാത്രം. അള്ളാഹുവിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. മരിച്ചൊരാളെ ജീവിപ്പിക്കാൻ ഒരു പ്രയാസമില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ മരണപ്പെട്ട ആൾ ജീവിക്കുന്നു, ഒരു നേരത്തേക്കുള്ള ജീവനുണ്ടാകുന്നു.
ആ ജീവനോട് കൂടി ആ മനുഷ്യൻ പറയുന്നു, അയാളെ ആരാണ് വധിച്ചതെന്ന് പറയുന്നു. വീണ്ടും അയാൾ മരണത്തിലേക്ക് പോകുന്നു, ഉടനെ തന്നെ മരണത്തിലേക്ക് പോകുന്നു. അപ്പോൾ ആ ഒരു സത്യത്തെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ ഇതിന്റെ ഉദ്ദേശമെന്നത് ഈ ആയത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. മഹാനായ മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹം ഈ ആയത്തിന് നൽകിയ വ്യാഖ്യാനങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. മുമ്പ് പ്രസ്താവിച്ചതുപോലെ സംഭവത്തിന്റെ ആദ്യ ഭാഗമാണിത്. ഒരാൾ കൊല്ലപ്പെടുകയുണ്ടായി. ഘാതകൻ ആരായിരുന്നുവെന്നും വധത്തിന് കാരണം എന്തായിരുന്നുവെന്നും അള്ളാഹു പ്രസ്താവിച്ചിട്ടില്ല. കഥ വിവരിക്കലല്ലോ ഉദ്ദേശം. കഥാപാഠം മനസ്സിലാക്കുന്നതിന് അതൊന്നും അറിയേണ്ടതുമില്ല. ഇസ്രായേല്യർക്ക് മുമ്പ് നടന്നതും അതിനെ തുടർന്ന് അള്ളാഹുവിന്റെ മഹത്തായ കഴിവിനും മരണാനന്തര ജീവിതത്തിനും ഒരു ദൃഷ്ടാന്തമായിരുത്തിയിരുന്നതുവരെ ഒരു സംഭവം എന്ന നിലക്കാണ് ഇതിവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. 73-ാം വചനത്തിലെ അവസാനത്തെ 2 വാക്യങ്ങളിൽ നിന്നും ഇത് ശരിക്കും മനസ്സിലാക്കാം. അങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ കണ്ടറിഞ്ഞിട്ട് പിന്നെയും ഹൃദയം കടുത്ത ദുർമാർഗത്തിന്റെ പാരമ്പര്യം പുലർത്തിപ്പോരുന്ന നിലവിലുള്ള ഇസ്രായേലിയരെ താക്കീത് ചെയ്യലും അവരെ നിർമാർഗത്തിലേക്ക് ക്ഷണിക്കലുമാണ് അവരെ അഭിമുഖീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ആ സംഭവം വിവരിച്ചതിന്റെ ലക്ഷ്യം. അടുത്ത വചനത്തിൽ നിന്ന് ഈ വസ്തുത കുറെ കൂടി മനസ്സിലാക്കാവുന്നതാണ്. മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹം വിശദീകരിച്ചത് മുമ്പ് പ്രസ്താവിച്ചതുപോലെ സംഭവത്തിന്റെ ആദ്യ ഭാഗമാണ്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സംഭവത്തിന് ഒരു ഓർഡറിലല്ല നൽകിയിട്ടുള്ളത്. ആദ്യം സംഭവിച്ചത് പിന്നീട് കൊടുക്കുകയും പിന്നീട് സംഭവിച്ചത് ആദ്യം നൽകുകയുമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ കാണിച്ച നിഷേധം, അല്ലെങ്കിൽ അവർ അതിനോട് കാണിച്ച ധിക്കാരപരമായ സമീപനം, പശുവിനെ അല്ലെങ്കിൽ അതിനെ പരിഹാസ്യമാക്കി തീർത്ത കാര്യം, ഇത് ആദ്യം എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു കൽപ്പന വന്നിട്ട് അതിനോട് അവർ സ്വീകരിച്ച സമീപനമാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ സംഭവത്തിന്റെ ആദ്യ ഭാഗം പിന്നീടാണ് ഇപ്പോഴാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അവരോട് പശുവിനെ അറുക്കുവാൻ വേണ്ടി കൽപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ഒരു സത്യത്തെ പുറത്തേക്ക് കൊണ്ടുവരിക. അവർ ഒരാളെ കൊന്നു, ആ കൊന്നതിന്റെ സത്യാവസ്ഥ എന്ത് എന്ന് വ്യക്തമാക്കുക. ഇതായിരുന്നു ഈ സംഭവത്തിന്റെ ഉദ്ദേശം. അപ്പൊ ഇവിടെ ഒരാൾ കൊല്ലപ്പെട്ടു. ഘാതകനാരാണ് എന്നറിയില്ല. ആ വധത്തിന് എന്താണ് കാരണമെന്ന് അതൊന്നും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസ്താവിക്കുന്നില്ല. ഇവിടെ കഥ വിവരിക്കലല്ല വിശുദ്ധ ഖുർആനിന്റെ ഉദ്ദേശം. കഥാപാഠം മനസ്സിലാക്കുന്നതിന് അതൊന്നും അറിയേണ്ടതില്ല. അപ്പം കഥാപാഠമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എന്ത്? ഒന്ന്, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ വധിക്കുവാനുള്ള അധികാരമില്ല. ഇനി അഥവാ അങ്ങനെ വധം ഒരു ഖതഇൽ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ആ കുറ്റമേറ്റു പറഞ്ഞുകൊണ്ട് അതിനുള്ള ശിക്ഷ ഈ ഭൂമിയിൽ നിന്ന് എന്താണോ അതിനുള്ള ശിക്ഷ അത് നാം ഏറ്റുവാങ്ങേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് എന്തെല്ലാം നഷ്ടപരിഹാരങ്ങൾ നൽകേണ്ടതുണ്ടോ, അതിനേതെല്ലാം തരത്തിലുള്ള കഫാറത്തുകളുണ്ടോ, അതെല്ലാം കൃത്യമായി ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും നടപ്പാക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുക. ഇനി അങ്ങനെ സംഭവിച്ചതിൽ നിന്ന് ആരെങ്കിലും ഒഴിഞ്ഞു മാറിയാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യാതൊരു പ്രയാസവുമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് ഗുണപാഠമായി കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ചരിത്രത്തിൽ നിന്ന്, ഈ ഒരു സംഭവത്തിൽ നിന്ന്. അതുകൊണ്ട് പക്ഷേ അങ്ങനെ ഒരു ഗുണപാഠം നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് ഇങ്ങനെ എപ്പോ സംഭവിച്ചു, എവിടെ വെച്ച് സംഭവിച്ചു, ഇവരുടെ പേരുകൾ എന്തൊക്കെയാകുന്നു, പിന്നെ മരിച്ച ആളാരാകുന്നു, ഇതൊന്നും യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ചരിത്രം വിവരിക്കുന്നിടത്ത് പ്രസക്തമാവാറില്ല. ഇത്തരം സംഭവങ്ങളിൽ അവരുടെ പേരുകൾ പറയാറുമില്ല. സംഭവം നടന്ന വർഷമോ തീയതിയോ ഇതിലൊന്നും യഥാർത്ഥത്തിൽ ഖുർആനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിന്റെ ചരിത്രത്തോടുള്ള വിശുദ്ധ ഖുർആനിന്റെ സമീപനത്തിൽ നമുക്ക് ഇതെല്ലാം വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതുമാണ്. ഇവിടെ ഇസ്രായേലിയർക്കിടയിൽ മുമ്പ് നടന്നതും അതിനെ തുടർന്ന് അള്ളാഹുവിന്റെ മഹത്തായ കഴിവിനും മരണാനന്തര ജീവിതത്തിനും ഒരു ദൃഷ്ടാന്തമായി തീരുന്നതുമായ സംഭവം എന്ന നിലക്കാണ് ഇതിവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് എന്നർത്ഥം. തുടർന്നുകൊണ്ട് അദ്ദേഹം വീണ്ടും ഈ കാര്യം വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്. അദ്ദേഹം എഴുതുന്നു: യഥാർത്ഥ കൊലയാളി ആരെന്നറിയാതെ അവർ അന്യോന്യം ആരോപണവും പ്രത്യാരോപണവുമായി ഭിന്നിപ്പും വഴക്കുമായി
കഴിഞ്ഞ വചനങ്ങളിൽ പ്രസ്താവിച്ച പ്രകാരം അറുക്കപ്പെട്ടിരുന്ന ആ പശുവിന്റെ ഏതോ ഒരംശമെടുത്ത് അതുകൊണ്ട് ആ കൊല്ലപ്പെട്ടവനെ അടിക്കുവാൻ ആ അവസരത്തിൽ അള്ളാഹു കൽപ്പിച്ചു. ആ അംശം ഏതായിരുന്നുവെന്ന് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. അംശം ഏതായിരുന്നാലും ശവത്തിന് ജീവൻ നൽകുന്നതിൽ അതിന് പ്രത്യേക സ്ഥാനമൊന്നുമില്ലെന്നും അള്ളാഹുവിന്റെ ഉദ്ദേശവും കൽപ്പനയും മാത്രമാണ് ഇതിന് കാരണമാകുന്നതെന്നും വ്യക്തമാണ്. ആ അംശം കൊണ്ട് അടിച്ചപ്പോൾ മൃതദേഹത്തിന് ജീവൻ തിരിച്ചു വന്നുവെന്നും എന്നെ വധിച്ചത് ഇന്ന ആളാണെന്ന് അത് പറയുകയുണ്ടായെന്നാണ് എതിരായ തെളിവുകളൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ആയത്തിന്റെ ശൈലിയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കളും അതാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അപ്പോ അദ്ദേഹം പറഞ്ഞത്, യഥാർത്ഥ കൊലയാളി ആരാണെന്നറിയാതെ അവർ അന്യോന്യം ആരോപണവും പ്രത്യാരോപണവുമായി ഭിന്നിപ്പും വഴക്കുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പശുവിന്റെ ഏതൊരു അംശം എടുത്തുകൊണ്ട് ആ കൊല്ലപ്പെട്ടവനെ അടിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. ഇവിടെ ആ അംശം ഏതാണ്, പശുവിന്റെ ആ അംശം ഏതാണ്, ഇതൊന്നും വ്യക്തമല്ല. പക്ഷേ അംശം ഏതായിരുന്നാലും ആ ശവത്തിന് ജീവൻ നൽകുന്നതിൽ അതിന് പ്രത്യേക സ്ഥാനമൊന്നുമില്ലെന്നും അള്ളാഹുവിന്റെ ഉദ്ദേശവും കൽപ്പനയും മാത്രമാണിതെന്നും ഇതിന് കാരണമാകുന്നതെന്നും വ്യക്തമാണ്. അപ്പോൾ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന മാത്രമാണ്, അല്ലാതെ പശുവിന്റെ ഏത് അംശമാണ് എടുത്തതെന്നോ ആ അംശത്തിന് വല്ല പ്രത്യേകത ഉണ്ട് എന്നുള്ളതോ അതൊന്നുമല്ല ഇതിന്റെ വിഷയം. ഇതൊരു കർമ്മ, ഇതൊരു പ്രവൃത്തി, അവരെ കൊണ്ട് അത് ചെയ്യിക്കുക. ആ ചെയ്യിച്ചതിന് ശേഷം അവരുടെ ആ പ്രവൃത്തി അവർ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഇതെന്തിനാണ് ചെയ്യുന്നത് എന്ന് അവർ ചിന്തിക്കുകയും അങ്ങനെ പിന്നീട് ആ പശുവിനെ അറുക്കുന്നതോടുകൂടി തന്നെ അവർക്ക് അവർ ചെയ്ത ഒരു ദുഷ്പ്രവൃത്തിയുടെ ഗൗരവം എന്താകുന്നു എന്നും അതിതാ വെളിപ്പെടാൻ പോകുന്നു എന്ന പേടിയും അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്യുക. ഇതാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ശവത്തിന് ജീവൻ നൽകുന്നതിൽ ഈ അവയവത്തിന്, പശുവിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് പ്രത്യേക സ്ഥാനമൊന്നുമില്ല, അങ്ങനെയൊന്നും ഒരു സംഭവമില്ല. അങ്ങനെ ഇന്ന അവയവത്തിന് ഇന്ന കഴിവുണ്ട് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുമല്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഉദ്ദേശം, അള്ളാഹുവിന്റെ കൽപ്പന, അതാണ് യഥാർത്ഥത്തിൽ അതിന് ജീവൻ നൽകിയിട്ടുള്ളത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഏതൊരു വസ്തു ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ കുൻ ഫയകൂൻ, അത് ഉണ്ടായിത്തീരും. അല്ലാഹ് ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതവിടെ ഉണ്ടായിത്തീരും. അപ്പോൾ ആ അംശം കൊണ്ട് അടിച്ചപ്പോൾ മൃതദേഹത്തിന് ജീവൻ തിരിച്ചു വന്നുവെന്നും എന്നെ വധിച്ചത് ഇന്ന ആളാണെന്നത് പറയുകയും ഉണ്ടായി എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാകാൻ സാധിക്കുന്നത്. എതിരായ തെളിവുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ആയത്തിന്റെ ശൈലിയിൽ നിന്ന് വ്യക്തമാകുന്നത് അപ്രകാരമാകുന്നു എന്നാണ്. ഇനി താഴെ പറയുന്ന ചില സംഗതികൾ ഇവിടെ ശ്രദ്ധേയമാകുന്നു. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്. 1. ഘാതകനെ തിരിച്ചറിയാതെ ജനങ്ങൾ അന്യോന്യം ആരോപണം നടത്തി ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പശുവിന്റെ അംശം കൊണ്ട് മൃതദേഹത്തെ അടിക്കുവാൻ അല്ലാഹു കൽപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്. ഘാതകനെ തിരിച്ചറിയാതെ ജനങ്ങൾ പരസ്പരം ആരോപണം നടത്തി ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പശുവിന്റെ അംശം കൊണ്ട് മൃതദേഹത്തെ അടിക്കുവാൻ അല്ലാഹു കൽപ്പിക്കുന്നത്. രണ്ടാമത്തേത്, നിങ്ങൾ ഒളിച്ചു വെക്കുന്ന കാര്യം അള്ളാഹു വെളിക്ക് വരുത്തുമെന്ന് അല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ പറഞ്ഞുകൊണ്ടാണ് ആ കൽപ്പന നൽകിയിരുന്നതും. അപ്പോൾ ആ കൊലയാളി ആരാണെന്ന് വെളിപ്പെടുത്തലാണ് ഈ കൽപ്പനയുടെ ഉദ്ദേശമെന്ന് പറയേണ്ടതില്ല. രണ്ടാമത്തെ കാര്യം, ഈ കൽപ്പനയുടെ ഉദ്ദേശം പശുവിനെ അറുക്കുവാൻ വേണ്ടി പറഞ്ഞതും അതുപോലെ തന്നെ അതിനൊരു അംശമെടുത്തുകൊണ്ട് അതിനടിക്കാൻ വേണ്ടി പറഞ്ഞതുമൊക്കെ ആ കൊലയാളി ആരാണെന്ന് വെളിപ്പെടുത്തലാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. പിന്നെ മൂന്നാമത്തേത്, തുടർന്നുകൊണ്ട് അപ്രകാരമാണ് അള്ളാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക, കദാലിക യുഹ്യില്ലാഹുൽ മൗത എന്നും പറയുന്നു. പിന്നെ അവസാനം, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുവാൻ വേണ്ടി അവന്റെ ദൃഷ്ടാന്തങ്ങൾ അവൻ നിങ്ങൾക്ക് കാട്ടിത്തരികയും ചെയ്യുന്നു, വയുരീക്കും ആയാത്തിഹി എന്നും പറയുന്നു. അപ്പോൾ മരണപ്പെട്ട ആളെ അതുമൂലം ജീവിപ്പിക്കുകയുണ്ടായെന്നും അതൊരു ദൃഷ്ടാന്തമെന്ന നിലക്കാണ് സംഭവിച്ചതെന്നും ഈ വാക്യങ്ങളിൽ നിന്ന് വ്യക്തമായി. അവസാനം, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുവാൻ വേണ്ടി അവന്റെ ദൃഷ്ടാന്തങ്ങൾ അവൻ നിങ്ങൾക്ക് കാട്ടിത്തരികയും ചെയ്യുന്നു എന്നും പറയുന്നു. അപ്പോൾ മരണപ്പെട്ട ആളെ അതുമൂലം ജീവിപ്പിക്കുകയുണ്ടായി എന്നുള്ളത് ശരിയാണ്. അതൊരു ദൃഷ്ടാന്തം എന്ന നിലക്കാണ് സംഭവിച്ചതെന്നും ഈ വാക്യങ്ങളിൽ വ്യക്തമായി. പിന്നീട് പശുവിന്റെ അംശം കൊണ്ട് കൊല്ലപ്പെട്ടവനെ അടിച്ചു എന്നും അവൻ അതുമൂലം ജീവിച്ചു എന്നും അവൻ തന്റെ ഘാതകൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു എന്നും അള്ളാഹു വ്യക്തമായി പ്രസ്താവിച്ചിട്ടില്ലെന്നത് ശരിയാണ്. ഇവിടെ അങ്ങനെ അടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു, അയാൾ എഴുന്നേറ്റു എന്നോ അയാൾ ഇങ്ങനെ രൂപത്തിൽ സംസാരിച്ചു എന്നൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ
മുമ്പും പിമ്പുമുള്ള വാക്യങ്ങളിൽ നിന്ന് അത് വളരെ വ്യക്തമാണ്. മുമ്പും പിമ്പുമുള്ള പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമായി അറിയപ്പെടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മൗനം അവലംബിക്കുന്നത് ഖുർആന്റെ പ്രതിപാദന ശൈലികളിൽ ഒന്നാണ്. ഇതിനെപ്പറ്റി മുഖവുരയിലും മറ്റും മുമ്പ് വിവരിച്ചിട്ടുണ്ട്. പശുവിനെ അറുത്ത സംഭവവും വധത്തിന്റെ സംഭവവും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളതിന് വളരെ വ്യക്തമായ ഒരു തെളിവാണ് ഉദ്രിബൂഹു ബിബഅദിഹ, അവനെ അതിന്റെ അംശം കൊണ്ട് അടിക്കുക എന്ന വാക്യം. ഇതിൽ ഉദ്രിബൂഹു, അവനെ അടിക്കുക എന്നതിലെ സർവനാമം, അതായത് ലമീർ കൊണ്ട് വിവക്ഷ ആ കൊല്ലപ്പെട്ട ആളും, ബിബഅദിഹ അതിന്റെ അംശം എന്നതിലെ സർവനാമം, ഹ എന്ന സർവനാമം കൊണ്ട് വിവക്ഷ മുൻ വചനങ്ങളിൽ പറയപ്പെട്ട പ്രകാരം അറുക്കപ്പെട്ട ആ പശുവും അല്ലാതെ മറ്റൊന്നും ആയിരിക്കുവാൻ തരമില്ലെന്ന് അറബി ഭാഷാപരമായ പ്രാഥമിക അറിവെങ്കിലുമുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ഉദ്രിബൂഹു ബിബഅദിഹ എന്ന് പറയുമ്പോൾ ഉദ്രിബൂഹു എന്ന ദമീറും ബിബഅദിഹ എന്ന ദമീറും, ഈ രണ്ട് ദമീറും മടങ്ങുന്നത് ഉദ്രിബൂഹു എന്നതിൽ അതിലുള്ള ദമീർ മടങ്ങുന്നത് കൊല്ലപ്പെട്ടവനിലേക്കും, ബിബഅദിഹ എന്നതിലെ ഹ എന്ന ദമീർ പശുവിലേക്കുമാണ് മടങ്ങുന്നത് എന്നത് സാധാരണ നിലയ്ക്ക് ഇവിടെ അറബി ഭാഷാപരമായ പ്രാഥമിക അറിവെങ്കിലുമുള്ള ഒരാൾക്കും മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ പശുവിന്റെ ഒരംശം കൊണ്ട് അടിച്ചപ്പോൾ മൃതദേഹത്തിന് ജീവൻ തിരിച്ചു വരിക പോലെയുള്ള അസാധാരണ ദൃഷ്ടാന്തങ്ങളെയെല്ലാം ദുർവ്യാഖ്യാനം ചെയ്യുക പതിവാക്കിയവർ ഇങ്ങനെയുള്ള വസ്തുതകളുടെ നേരെ കണ്ണടക്കലും എന്തെങ്കിലും ദുർന്യായങ്ങൾ പറഞ്ഞ് തൃപ്തിയടയുവാൻ ശ്രമിക്കലും സ്വാഭാവികമാണല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ, ഒരു മൃതദേഹത്തിനെ ഒരു പശുവിന്റെ അംശം കൊണ്ടടിച്ചാൽ ജീവൻ ഉണ്ടാവുക, ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ അതൊന്നും അങ്ങനെയല്ല, അതുകൊണ്ട് വേറെന്തൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, ഇങ്ങനെയുള്ള അസാധാരണ ദൃഷ്ടാന്തങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുക, അതിനെ നിഷേധിക്കുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനെ നേരെ കണ്ണടക്കുക, അത് എന്തെങ്കിലും ദുർന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കാൻ ശ്രമിക്കുക, ഇങ്ങനെയുള്ള ചില സ്വാഭാവികമായ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. പശുവിനെ അറുത്തതും വധവും തമ്മിൽ ബന്ധമില്ലെന്നും രണ്ടും വെവ്വേറെ സംഭവങ്ങളാണെന്നും വാദിച്ചുകൊണ്ട് ഈ സംഭവത്തിന്റെ അസാധാരണത്വം ഒഴിവാക്കുവാൻ വേണ്ടി അവർ സ്വീകരിച്ച് കാണുന്ന ദുർവ്യാഖ്യാനങ്ങളുടെയും ദുർന്യായങ്ങളുടെയും ചില ഉദാഹരണങ്ങൾ ഇവയാകുന്നു. അപ്പോൾ ചില ആളുകൾ അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് ചില ദുർവ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ വീണ്ടും അമാനി മൗലവി എടുത്തു കാണിക്കുകയാണ്. എന്നിട്ട് അതിനുള്ള ഖണ്ഡനം അദ്ദേഹം നൽകുകയും ചെയ്യുന്നു. അവർ പറയുന്ന ദുർവ്യാഖ്യാനങ്ങൾ എന്തൊക്കെയാകുന്നു എന്നാണ് പരിശോധിക്കുന്നത്. ഒന്ന്, കദാലിക യുഹ്യില്ലാഹുൽ മൗത. ഇവിടെ കദാലിക യുഹ്യില്ലാഹുൽ മൗത, അപ്രകാരമാണ് അള്ളാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത് എന്ന വാക്യത്തിന് അവർ അർത്ഥമാക്കുന്നത് മരണകാര്യങ്ങൾ തെളിയിക്കുന്നതും അതുവഴി മനുഷ്യരുടെ ജീവിതത്തെ സംരക്ഷിക്കുന്നതും അങ്ങനെയാണ് എന്നത്രേ. മനുഷ്യരെ ഉദ്ധരിക്കുക എന്ന അർത്ഥത്തിൽ മനുഷ്യരെ ഉദ്ധരിക്കുക എന്ന അർത്ഥത്തിൽ 8:24, അതായത് സൂറത്ത് അൽ അംഫാലിലെ 24-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതായത് യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. അതാണ് ഇദാ ദഅാകും ലിമാ യുഹ്യീകും. ഇവിടെ യുഹ്യി എന്ന പ്രയോഗത്തിന് ഇവിടെ ഉദ്ധരിക്കുക, നിങ്ങളെ നല്ല നിലക്ക് നിങ്ങൾക്ക് ജീവൻ നൽകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇസ്തജീബു, നിങ്ങൾ മറുപടി നൽകുക, ഉത്തരം നൽകുക, ലില്ലാഹി വലിർ റസൂലി, അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും, ഇദാ ദഅാകും, അവൻ നിങ്ങളെ വിളിച്ചാൽ, ലിമാ യുഹ്യീകും, നിങ്ങളെ ജീവിപ്പിക്കുന്നതിലേക്ക്, അതായത് നിങ്ങളെ ഉദ്ധരിപ്പിക്കുന്നതിലേക്ക്, നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളെ നന്നാക്കി കൊണ്ടുവരുന്നതിലേക്ക് എന്നർത്ഥം. അപ്പൊ ഇവിടെ ലിമാ യുഹ്യീകും എന്നിവിടെ പ്രയോഗിച്ചത് മനുഷ്യരെ ഉദ്ധരിക്കുക എന്ന അർത്ഥത്തിലാണ്. അതേ അർത്ഥമാണ് കദാലിക യുഹ്യില്ലാഹുൽ മൗത ഇവിടെ ഉദ്ദേശിക്കുന്നത്, മരിച്ചവരെ ഉദ്ധരിക്കുക എന്നതുകൊണ്ടുള്ള ഇവിടെ യുഹ്യി എന്നതിന്റെ പ്രയോഗം അത്രേ ഉള്ളൂ എന്നാണ് അവരുടെ ഒരു വ്യാഖ്യാനം. അതുപോലെ തന്നെ സൂറത്ത് 57-ാമത്തെ സൂറത്തായ സൂറത്തുൽ ഹദീദിലെ 17-ാമത്തെ വചനത്തിലും അപ്രകാരം കാണാമെന്നാകുന്നു. സൂറത്തുൽ ഹദീദിലെ 17-ാമത്തെ വചനത്തിലും, അതായത്
ഇഅ്ലമു അന്നല്ലാഹ യുഹ്യിൽ അർദ ബഅദ മൗതിഹാ, നിങ്ങൾ അറിയുക ഭൂമിയെ അവൻ ജീവിപ്പിക്കുന്നു, ബഅദ മൗതിഹാ, അതിന്റെ മരണത്തിനു ശേഷം, ഭൂമിയുടെ മരണത്തിനു ശേഷം അതിനെ വീണ്ടും അള്ളാഹു ജീവിപ്പിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞതും അത് മരിച്ചു എന്ന അർത്ഥത്തിലല്ല, അതിനെ സംബന്ധിച്ചിടത്തോളം അതിനെ വീണ്ടും ഒരു കൂടുതൽ അതിനെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയാകുന്നു എന്ന്. ഇങ്ങനെയുള്ള ഖുർആനിൽ ഇങ്ങനെ ചില യുഹ്യി എന്ന പ്രയോഗം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, കദാലിക യുഹ്യില്ലാഹുൽ മൗത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇതാണ് അവരുടെ വ്യാഖ്യാനം. ഈ സൂറത്തിലും മറ്റുമായി മരണശേഷം ജീവിപ്പിക്കുന്ന ചില സംഭവങ്ങളെ വേറെയും അള്ളാഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം അവർ ഇതുപോലെയുള്ള ദുർവ്യാഖ്യാനങ്ങൾ നടത്താതിരുന്നിട്ടുമില്ല. അവരുടെ ചില പ്രസ്താവനകൾ കണ്ടാൽ ഏതെങ്കിലും ഒരു അലങ്കാരാർത്ഥത്തിൽ അൽ മഅനൽ മജാസി ഇലല്ലാതെ മരണത്തിന് ശേഷം ജീവിപ്പിക്കുക എന്ന് ശരിക്കും അർത്ഥം വരുമാറുള്ള വാക്കുകൾ അറബി ഭാഷയിൽ ഇല്ലെന്ന് തോന്നിപ്പോകും. മേൽ പറഞ്ഞ 2 സ്ഥലങ്ങളിൽ മാത്രമല്ല, വേറെയും ചില സ്ഥലങ്ങളിൽ ഉദ്ധരിക്കുക എന്ന അർത്ഥത്തിൽ ഇഹ്യാ, ജീവിപ്പിക്കൽ എന്ന പദം ഖുർആനിൽ അല്ലാഹു ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതിൽ തർക്കമില്ല. എന്നാൽ അവിടെയൊക്കെ സാക്ഷാൽ അർത്ഥമല്ല ഉദ്ദേശമെന്നും അലങ്കാര അർത്ഥമാണ് ഉദ്ദേശമെന്നും കാണിക്കുന്ന ചില അടയാളങ്ങൾ, ഖരീനകൾ ഉണ്ടായിരിക്കും. ഇവിടെ ഇൽമുൽ ബലാഗ എന്ന് പറയുന്ന സാഹിത്യപരമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രയോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലും അല്ലെങ്കിൽ അറബി ഭാഷയിൽ തന്നെ അതിന് ചില അത്തരത്തിലുള്ള ചില നിയമങ്ങളുണ്ട്. ഉദാഹരണമായി അതിന് പറയാറുള്ളത് മജാസിയായ പ്രയോഗം, ഹഖീഖിയായ പ്രയോഗം. മജാസിയായ പ്രയോഗം എന്ന് പറഞ്ഞാൽ അത് അലങ്കാരാർത്ഥത്തിൽ പറയാം. അപ്പൊ അലി സിംഹമാണെന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് അലിയുടെ ധീരതയെക്കുറിച്ച്, ഒരു സിംഹത്തെ പോലെയുള്ള അത്രയും ശൂരനായ ഒരു വ്യക്തിയാകുന്നു അലി എന്നാണ്. അല്ലാതെ അലി സിംഹാവൂലല്ലോ, അതൊരു അലങ്കാരാർത്ഥമാണ്. അതിനാണ് മജാസിയായ പ്രയോഗം എന്ന് പറയാം. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ. മറ്റൊന്ന് ഹഖീഖിയായ പ്രയോഗം. അലി സിംഹമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഹഖീഖിയായ ഒരു രൂപം അലി ഒരിക്കലും സിംഹാവൂലല്ലോ. അപ്പോൾ 2 തരത്തിലുള്ള പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഇവിടെ യുഹ്യി എന്ന് പറയുമ്പോൾ അത് മജാസിയായ പ്രയോഗമാണോ അതല്ല ഹഖീഖിയായ പ്രയോഗമാണോ? ഇത് വെറും മജാസിയായ പ്രയോഗമാകുന്നു എന്നാണ് ഇവർ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ യുഹ്യി എന്ന് പറഞ്ഞിടത്തൊക്കെ ഇവർ മജാസിയായ അർത്ഥം വെക്കാൻ പറ്റുമോ? സാധിക്കുകയില്ല. എന്നാൽ ഇവിടെ ഭൂമിയെപ്പോലെയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന് ഉത്തരം നൽകിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വീണ്ടും കൂടുതൽ ഊർജം നൽകും എന്ന തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ അവിടേക്ക് യുഹ്യി എന്ന പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞത് കദാലിക യുഹ്യില്ലാഹുൽ മൗത എന്ന് തന്നെയാണ്. മരിച്ചവർക്ക് ജീവൻ നൽകുക എന്ന് പറയുന്നത് മരിച്ചു പോയ ഒരാൾക്ക് ജീവന്റെ ഒരു അംശമുണ്ടെങ്കിൽ മാത്രമേ അതിനുശേഷം അയാൾക്ക് കൂടുതൽ ഊർജം നൽകുക തുടങ്ങിയിട്ടുള്ള അർത്ഥങ്ങൾ കടന്നു വരുന്നുള്ളൂ. ഇവിടെ അള്ളാഹു പ്രയോഗിച്ചത് തന്നെ കദാലിക യുഹ്യില്ലാഹുൽ മൗത എന്നാണ്. അപ്പോ ഇവിടെ യഥാർത്ഥത്തിൽ അത് അലങ്കാരാർത്ഥമല്ല, ഹഖീഖിയായ പ്രയോഗം തന്നെയാകുന്നു എന്ന് ഖുർആനിന്റെ ഈ ശൈലിയിൽ നിന്ന് മനസ്സിലാക്കാം എന്ന കാര്യമാണ് അദ്ദേഹം ഇവിടെ അമാനി മൗലവി സ്ഥാപിക്കുന്നത്. ഏതൊരു വാക്കിനും അതിന്റെ സാക്ഷാൽ അർത്ഥമല്ല ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കാണിക്കുന്ന പ്രത്യേക അടയാളം ഉണ്ടായിരിക്കുമ്പോൾ മാത്രമേ അതിന് സന്ദർഭോചിതമായ ഒരു അലങ്കാരാർത്ഥം കൽപ്പിക്കുവാൻ പാടുള്ളൂവെന്ന് സാഹിത്യശാസ്ത്രത്തിൽ അഥവാ ഇൽമുൽ ബലാഗയിൽ ഒരു അംഗീകൃത തത്വമാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സാഹിത്യശാസ്ത്രത്തിൽ അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ പെട്ടെന്ന് എല്ലാം പിടിച്ചിട്ട് അതൊക്കെ മജാസിയായ പ്രയോഗമാണ് എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല എന്നർത്ഥം. മരണപ്പെട്ടവരെ ഈ ലോകത്ത് വെച്ച് തന്നെ ജീവിപ്പിക്കുവാൻ അള്ളാഹുവിന് കഴിവുണ്ടെന്ന് അവരും സമ്മതിക്കുമായിരിക്കും. പക്ഷേ നമുക്ക് സുപരിചിതമായ പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായ സംഭവങ്ങളായതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുവാൻ അവർ പ്രേരിതമാകുന്നത്. പക്ഷേ കേവലം അസാധാരണവും പൊതുവെ അറിയപ്പെടുന്ന പ്രകൃതി നിയമങ്ങൾക്ക് അതീതവുമായ ചില പ്രത്യേക ദൃഷ്ടാന്തങ്ങൾ എന്ന നിലക്കാണ് ഇത്തരം സംഭവങ്ങളെ അള്ളാഹു ഖുർആനിൽ ഉദ്ദേശിക്കുന്നതെന്ന വാസ്തവം കൂടി ഓർക്കേണ്ടതുണ്ട്. അപ്പം മരിച്ചവരെ ജീവിപ്പിക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർ മരിച്ചു പോയി കഴിഞ്ഞാൽ പരലോകത്ത് വെച്ച് എല്ലാവരെയും അള്ളാഹു ജീവിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതൊന്ന്. പിന്നെ പ്രവാചകന്മാർക്ക് അവരുടെ പ്രവാചകത്വം തെളിയിക്കുന്നതിന് വേണ്ടി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മരിച്ചവരെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്ത സംഭവവും അള്ളാഹു പ്രത്യേകമായി എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മരിച്ചവരെ ജീവിപ്പിക്കാൻ യാതൊരു പ്രയാസമില്ല. അപ്പൊ അതുകൊണ്ട് ജനങ്ങളെ ചിന്തിപ്പിക്കുന്നതിന് വേണ്ടി
പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായ ഒരു സംഭവം അവിടെ സംഭവിപ്പിക്കുകയും അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് അത് കൃത്യമായും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ എടുത്തു പറഞ്ഞതിനെ പിന്നീട് നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല. അത് പക്ഷേ കേവലം അസാധാരണവും പൊതുവെ അറിയപ്പെടുന്ന പ്രകൃതി നിയമങ്ങൾക്ക് അതീതവുമായ ചില കാര്യങ്ങളായിരിക്കാം. അവയെ പ്രത്യേക ദൃഷ്ടാന്തങ്ങൾ എന്ന നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുന്നതെന്ന വാസ്തവം കൂടി നാം ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് അമാനി മൗലവി ഇവിടെ പറയുന്നത്. ഇനി അവർ ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം തുടർന്ന് പറയുകയാണ്, അവർ ചൂണ്ടിക്കാട്ടിയ ആ രണ്ട് ഖുർആൻ വചനങ്ങൾ ഇവയാകുന്നു. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ബിമാ യുഹ്യീകും, ഹേ വിശ്വസിച്ചവരെ, നിങ്ങളെ ജീവിപ്പിക്കുന്ന കാര്യത്തിലേക്ക് റസൂൽ നിങ്ങൾ ക്ഷണിച്ചാൽ നിങ്ങൾ അല്ലാഹുവിനും അദ്ദേഹത്തിനും ഉത്തരം നൽകുവീൻ എന്ന സൂറത്ത് അൻഫാലിലെ 24-ാം വചനവും അന്നല്ലാഹ യുഹ്യിൽ അർള ബഅദ മൗതിഹാ, നിശ്ചയമായും ഭൂമിയെ അതിന്റെ മരണത്തിന് നിർജീവാവസ്ഥയ്ക്ക് ശേഷം അള്ളാഹു ജീവിപ്പിക്കുന്നു എന്ന സൂറത്ത് ഹദീദിലെ 17-ാം വചനവും. ആദ്യത്തെ വചനം ജീവിച്ചിരിപ്പുള്ള ആളുകൾ അഭിമുഖീകരിച്ചുകൊണ്ടുള്ളതാണ്. അവരുടെ മരണശേഷം അവരെ വീണ്ടും ജീവിപ്പിക്കുന്ന കാര്യത്തിലേക്കല്ല, അവരുടെ ജീവിതത്തിൽ അവരെ ഉദ്ധരിക്കുവാൻ ആവശ്യമായ കാര്യത്തിലേക്കാണ് റസൂൽ അവരെ ക്ഷണിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ രണ്ടാമത്തെ വചനത്തിൽ ഭൂമിയുടെ മരണവും ജീവിതവും കൊണ്ട് ഉദ്ദേശം ജീവജന്തുക്കളുടെ അതേമാതിരി തന്നെയുള്ള മരണവും ജീവിതവുമില്ലെന്നും അതിൽ ഉൽപ്പന്നങ്ങൾ ഉൽപാദിതമാകത്തക്കവണ്ണം തരിശായി കിടക്കലാണ് അതിന്റെ മരണം കൊണ്ട് ഉദ്ദേശമെന്നും ആ നില മാറി അതിൽ സസ്യാദി ഉൽപ്പന്നങ്ങൾ ഉൽപാദിതമാകലാണ് അതിന്റെ ജീവിതം കൊണ്ട് ഉദ്ദേശമെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഭൂമിയുടെ മരണം എന്ന് പറഞ്ഞാൽ അതിൽ സസ്യങ്ങൾ ഇല്ലാതായി പോവുക, അതിൽ ഉൽപാദനം ഇല്ലാതായി പോവുക, അതാണ് ഭൂമിയുടെ മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ വചനത്തിൽ പറഞ്ഞ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ അവരെ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ക്ഷണിക്കുന്ന കാര്യത്തിൽ അതിന് ഉത്തരം നൽകുവിൻ, നിങ്ങളെ ജീവിപ്പിക്കുന്ന കാര്യത്തിലേക്ക് എന്നാണ്. അതായത് റസൂൽ നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കൂടുതൽ ഒരു പുതുജീവൻ നൽകുന്ന, കൂടുതൽ ഊർജം നൽകുന്ന, കൂടുതൽ ആവേശം നൽകുന്ന ഒരു കാര്യം എന്നുള്ള നിലക്കാണ് അവിടെ ഇത് പ്രയോഗിക്കുന്നത്. അതൊക്കെ ജീവനുള്ള ആളുകളെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്, അല്ലാതെ മരിച്ചുപോയ ആളുകളെ കുറിച്ചല്ല എന്നർത്ഥം. സൂറത്ത് ഖാഫ് 11 മഴവെള്ളം കൊണ്ട് നാം സൂറത്ത് ഖാഫിലെ സാധാരണ നമ്മൾ ഓതുന്ന ആയത്തിൽ رزقا للعباد وأحيينا به بلدة ميتا كذلك الخروج എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അവിടെ മഴവെള്ളം കൊണ്ട് നാം ചത്ത നിർജീവമായ രാജ്യത്തെ ജീവിപ്പിച്ചു. വഹ്യൈനാ ബിഹി ബൽദത്തൻ മൈതൻ എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ഇവിടേക്ക് ജീവിപ്പിച്ചു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അങ്ങനെ തന്നെയാണെന്നുള്ളതിൽ ആർക്കും സംശയമില്ല. ഇവിടെയാണെങ്കിൽ മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന് തുറന്ന ഭാഷയിലാണ് അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വേറെ അലങ്കാരാർത്ഥങ്ങളൊന്നും ഇവിടെ നൽകുവാൻ പറ്റുകയില്ല. നേർക്കുനേരെയുള്ള അർത്ഥം മാത്രമാണ് നൽകാൻ സാധിക്കുക എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തേത് അദ്ദേഹം തുറന്നു പറയുകയാണ്, പശുവിനെ അറുത്തതും വധവും രണ്ട് പ്രത്യേക സംഭവങ്ങളാണ്, തമ്മിൽ ബന്ധപ്പെട്ടതല്ല എന്ന് വാദിക്കുന്ന ഇവർ അവസാനം ഒരു പശുവിനെ അറുത്ത ചരിത്രം ഇവിടെയും വരുന്നുണ്ടെന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. കഴിഞ്ഞ വചനങ്ങളിൽ പ്രസ്താവിച്ച സംഭവം ഇസ്രായേലിയരുടെ മനസ്സിൽ നിന്ന് പശുഭക്തി ഇല്ലാതാക്കുവാൻ വേണ്ടിയായിരുന്നുവെന്നും രണ്ടാമത്തേത് കൊലയാളിയെ തെളിയിക്കുവാൻ വേണ്ടിയായിരുന്നുവെന്നും ഈ രണ്ടാമത്തേതിലേക്കുള്ള സൂചനയാണ് ഉദ്രിബൂഹു ബിബഅദിഹ എന്ന വാക്ക് എന്നും ഇവർ പറയുന്നു. പശുവിന്റെ അംശം കൊണ്ട് വിവക്ഷ ഏതായിരുന്നാലും അതുകൊണ്ട് കൊല്ലപ്പെട്ടവനടിക്കുമ്പോൾ ഘാതകനെ എങ്ങനെ അറിയുവാൻ കഴിയും എന്ന് ചോദിക്കപ്പെടാമല്ലോ. ഇവരുടെ മറുപടി ഇങ്ങനെയാണ്: കൊലപാതകം ചെയ്തതായി സംശയിക്കപ്പെടുന്ന ആളുകൾ അറുക്കപ്പെട്ട പശുവിന്റെ ശരീരത്തിൽ കൈവച്ചുകൊണ്ട് ഞങ്ങളത് ചെയ്തിട്ടുമില്ല,
അതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിഞ്ഞും കൂടാ എന്ന് സത്യം ചെയ്ത് പറയേണ്ടതുണ്ട്. അപ്പോൾ യഥാർത്ഥ കുറ്റവാളിയോ അവനെപ്പറ്റി അറിയാവുന്നവരോ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ സത്യം തുറന്നു പറയും. കൊലയാളി ഏതെന്ന് അറിയപ്പെടാത്ത കൊലക്കുറ്റം തെളിയിക്കുവാൻ അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു യാഗകർമ്മ സമ്പ്രദായമായിരുന്നു അത്. പശുവോടുള്ള ഭക്തിയും യാഗകർമ്മ മുഖേന മനസ്സിൽ ഏർപ്പെടുന്ന നടുക്കവും കാരണം കുറ്റക്കാരൻ കുറ്റം തുറന്നു പറയുവാൻ മുമ്പോട്ട് വരും. ഇപ്പറഞ്ഞതൊരു മനഃശാസ്ത്ര തത്വമായി വകവെക്കാമെങ്കിലും അള്ളാഹു പറഞ്ഞ ആ വാക്യത്തിൽ അതിന്റെ ഒരു സൂചന പോലും കാണപ്പെടുന്നില്ല. ഇത് അവരുടെ ഒരു വ്യാഖ്യാനമാണ്. എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇങ്ങനെ പശുവിന്റെ കൊല്ലപ്പെട്ടവന്റെ ശരീരത്തിൽ കൈവച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തരും ഞങ്ങളിത് ചെയ്തിട്ടില്ല എന്ന് സത്യം ചെയ്ത് പറയുമ്പോൾ സ്വാഭാവികമായും കൊല ചെയ്ത ആള് അയാൾ പിന്നെ ആ ഒരു സത്യം ചെയ്ത് പറയാൻ അയാൾ മടി കാണിക്കുകയും അങ്ങനെ യഥാർത്ഥ കുറ്റവാളിയെ സംബന്ധിച്ച് അവിടെ വ്യക്തമാക്കപ്പെടുകയും ചെയ്യും എന്നൊരു വ്യാഖ്യാനം അവർ നൽകിയിട്ടുണ്ട്. പക്ഷേ അത് അവരുടേതായ ഒരു വ്യാഖ്യാനം എന്നതല്ലാതെ മറ്റൊന്നുമില്ല. ഇതൊരു മനഃശാസ്ത്ര തത്വമായി ഒരുപക്ഷെ ശരിയായിരിക്കാം, അങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷേ അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരു വളരെ വിദഗ്ധമായി കൊല ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഒളിച്ചു വെക്കുവാൻ കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സത്യം ചെയ്യലിലോ അല്ലെങ്കിൽ ഇത്തരം യാഗകർമ്മങ്ങളിലോ അതിലൊന്നും അവർക്ക് വിശ്വാസമുണ്ടായിരിക്കുകയില്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ മൂന്നാമതായി ഇവർ പറഞ്ഞത് പശുവിനെ അറുത്ത 2 സംഭവങ്ങളെക്കുറിച്ച് പറയുവാൻ ഇവർക്ക് പ്രചോദനം നൽകിയതും തങ്ങൾക്ക് പിൻബലമായി ഇവർ എടുത്തു കാട്ടുന്നതും ബൈബിളിലെ 2 പ്രസ്താവനകളാണ്. ഒന്നാമത്തേത് സംഖ്യാപുസ്തകം 19:1-10 നിന്നുള്ളതാണ്. കളങ്കവും ഊനവുമില്ലാത്തതും നുകം വെക്കാത്തതുമായ ഒരു ചുവന്ന പശുക്കിടാവിനെ അറുക്കണം. പുരോഹിതൻ അതിന്റെ രക്തം അല്പമെടുത്ത് കൂടാരത്തിന്റെ നേരെ തളിക്കണം. അത് ഇസ്രായേൽ മക്കളുടെ സഭയ്ക്ക് വേണ്ടി ശുദ്ധീകരണ ജലത്തിനായി സൂക്ഷിച്ചു വെക്കണം. ഇതൊരു പാപയാഗം. ഇതാണ് അവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. ഇത് മുഖവിലക്കെടുക്കുന്ന പക്ഷം ഇസ്രായേലിയുടെ മനസ്സിൽ നിന്ന് പശുഭക്തി നശിപ്പിക്കലാണോ അതല്ല അത് പുഷ്ടിപ്പെടുത്തലാണോ ഈ യാഗം കൊണ്ടുണ്ടായിത്തീരുക? ആലോചിച്ചു നോക്കുക. അവർ മുമ്പ് ആരാധിച്ച സ്വർണ്ണ പശുക്കുട്ടിയെ ചുട്ടരിച്ച് സമുദ്രത്തിൽ വിതറുകയാണുണ്ടായതെന്ന് സൂറത്ത് ത്വാഹ 97-ാം വചനത്തിൽ നിന്ന് വ്യക്തമാണ്. നേരെ മറിച്ച് അതിനെ ചുട്ട് ഭസ്മമാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു എന്നാണ് ബൈബിളിൽ പുറപ്പാട് 32:20 പറയുന്നത്. ഇതുപോലെ തികച്ചും അവിശ്വസനീയമായ ഒരു ഉദ്ധരണിയാണിതും എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല. ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യത്തിന് നേർക്കുനേരെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ അതേസമയം നമ്മൾ ഉള്ളിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അതിന് ചില വ്യാഖ്യാനങ്ങൾ നൽകിയിട്ട് പിന്നീട് അതിന് തെളിവന്വേഷിക്കുന്നത് ബൈബിളിലാണ്. എന്നാൽ ബൈബിളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ, അതിന്റെ ലാഹിറിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകിച്ച് വിശദീകരണങ്ങളോ മറ്റു കാര്യങ്ങളോ നൽകിയിട്ടില്ലെങ്കിൽ അതിൽ നേർക്കുനേരെ പറയുന്ന കാര്യങ്ങളെ നാം സ്വീകരിക്കുക എന്നല്ലാതെ അതിനെ മറ്റൊരു വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുപോകുവാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ ബൈബിളിന്റെ 2ാമത്തെ പ്രസ്താവന ആവർത്തന പുസ്തകം 21:1-9 കൊലക്കുറ്റം ചെയ്തവനെ തിരിച്ചറിയാതെ വന്നാൽ മൂപ്പന്മാരും ന്യായാധിപന്മാരും ചേർന്ന് പട്ടണത്തിലേക്കുള്ള ദൂരം അളക്കണം. കൊല്ലപ്പെട്ടവൻ കിടക്കുന്ന ചുറ്റുവട്ടത്തിൽ ഏറ്റവും അടുത്ത പട്ടണത്തിലെ മൂപ്പന്മാർ വേല ചെയ്യിക്കാത്തതും നുകം വെക്കാത്തതുമായ ഒരു പശുക്കിടാവിനെ അവിടെ വെച്ച് കഴുത്തൊടിക്കണം. പിന്നെ പുരോഹിതന്മാർ ചെന്ന് സകല വ്യവഹാരവും അടികലശലും തീർക്കണം. ആ പട്ടണത്തിലെ മൂപ്പന്മാരൊക്കെയും പശുക്കിടാവിന്മേൽ കൈ കഴുകി ആ രക്തം ഞങ്ങൾ ചിന്തിയിട്ടില്ല, ഞങ്ങളുടെ കണ്ണ് അത് കണ്ടിട്ടുമില്ല എന്ന് പറയണം. എന്നാൽ ആ കൊലപാതകം മോചിക്കപ്പെടും. ഇതാണ് ആ പ്രസ്താവനയുടെ ചുരുക്കം. ഇത് ഇസ്രായേലിൽ അനുഷ്ഠിക്കേണ്ടുന്ന ഒരു നടപടിക്രമം എന്ന നിലയ്ക്ക് വിവരിച്ചതല്ലാതെ അങ്ങനെ ഒരു സംഭവം നടന്നതായോ ഒരു കൊലയാളിയെ അതുവഴി തിരിച്ചറിയാൻ കഴിഞ്ഞതായോ അതിൽ പ്രസ്താവിച്ചിട്ടില്ല. ആ സ്ഥിതിക്ക് ഇവരുടെ വാദത്തിന് ഒരു ന്യായീകരണവും ഇതിൽ നിന്ന് ലഭിക്കുവാനില്ല. ഒരു കൊലക്കേസിൽ ഘാതകനെ തിരിച്ചറിയുവാൻ വേണ്ടി ഒരു പശുവിനെ അറുക്കുകയും മറ്റും ചെയ്ത സംഭവം ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഖുർആൻ പ്രസ്താവിച്ച സ്ഥിതിക്ക് ബൈബിളിൽ അങ്ങനെ ഒരു സംഭവം കാണാത്തത് എന്തുകൊണ്ടാണ് എന്ന് ആരെങ്കിലും സംശയിച്ചേക്കാം. ഇസ്രായേലിനെ പറ്റി ഖുർആൻ പ്രസ്താവിച്ച ഈ ഒരു സംഭവം മാത്രമല്ല, വേറെ ചില സംഭവങ്ങളും ബൈബിളിൽ കാണുന്നില്ല. ബൈബിളിൽ കാണാത്തത് കൊണ്ട് അതൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് വെക്കാൻ നിവൃത്തിയില്ല. യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി വനസൂ ഹല്ലം മിമ്മാ ദുകിറൂ ബിഹി. വാക്കുകളെ യഥാസ്ഥാനങ്ങളിൽ നിന്നും അവർ മാറ്റം വരുത്തുന്നു. അവർക്ക് ഉത്ബോധനം ചെയ്യപ്പെട്ടതിൽ നിന്നും ഒരു ഭാഗം അവർ മറന്നു കളയുകയും ചെയ്തിരിക്കുന്നു എന്ന് സൂറത്ത് മാഇദയിലെ 13-ാം വചനത്തിൽ അല്ലാഹു പ്രസ്താവിച്ച കൂട്ടത്തിൽ അതും അകപ്പെട്ടിരിക്കാമെന്നേ നമുക്ക് പറയുവാൻ കഴിയൂ.
ഒരുപാട് കാര്യങ്ങൾ അവർ മറച്ചു വെച്ചിട്ടുണ്ട്, വാചകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടുണ്ട്. അവർക്ക് നൽകപ്പെട്ട ധാരാളം ഇത്തരത്തിലുള്ള ഉത്ബോധനങ്ങൾ അവർ മറന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ബൈബിളിൽ പ്രസ്താവിച്ചിട്ടില്ലെങ്കിൽ അത് ശരിയല്ലെന്ന് വിശ്വസിക്കുന്നത് ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ചേർന്നതല്ല. കാരണം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മുൻ വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുവാനും മുൻ വേദഗ്രന്ഥങ്ങളിൽ പരാമർശിക്കാത്തത് കൂടുതൽ വിശദീകരിക്കുവാനും അതിനുള്ള ചില വിശദീകരണങ്ങൾ നൽകുവാനുമാകുന്നു വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ് യഥാർത്ഥ വിശ്വാസികൾ ചെയ്യേണ്ടത് എന്നാണ് ഇത്തരം സംഭവങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ സത്യമായി മനസ്സിലാക്കുവാനും ആ സത്യത്തിന്റെ വക്താക്കളായി ജീവിക്കുവാനും നമുക്ക് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായി പഠിച്ചുകൊണ്ട് അത് സലഫുകൾ എങ്ങനെയാണോ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് നാം പഠിക്കുക, മുമ്പോട്ട് പോവുക. നമ്മുടെ മുമ്പിൽ ദഅവത്തിന്റെ യഥാർത്ഥത്തിലുള്ള ധാരാളം മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്ന് വെച്ചിട്ടുണ്ട്. ദഅവത്തിന് വേണ്ടിയുള്ള ധാരാളം സംരംഭങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. ആ ദഅവത്ത് ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലേക്ക് വ്യാപൃതരാവുകയും വിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ റസൂലിന്റെ സന്ദേശങ്ങളായ ഹദീസുകളും കൃത്യമായും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിശക്തമായി നാം നടത്തുകയും ജനങ്ങൾക്ക് ഈ വിവരങ്ങൾ, അറിവുകൾ, ഇൽമുകൾ ധാരാളം പകർന്നു കൊടുക്കുകയും ചെയ്യുക. ഇതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ നമുക്ക് നിർവഹിക്കുവാനുള്ളത്. അതിനുവേണ്ടിയാണ് നാം ഒരുമിച്ച് നിൽക്കുന്നത്, ഒരുമിച്ചൊരു കൂട്ടായ്മയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ക്ലാസ് റൂമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വർഷങ്ങളായി വലിയ ഒരു ദൗത്യം നാം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ദൗത്യ നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഫിതനകളും കുഴപ്പങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടി പൈശാചികമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പലപ്പോഴും ഇതിനെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമങ്ങൾക്ക് ഒരിക്കലും ഇന്നേ വരെ വിജയമുണ്ടായിട്ടില്ല. ആ വിജയം യഥാർത്ഥത്തിൽ നാം ആഗ്രഹിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം മാത്രമാകുന്നു, അവന്റെ പ്രീതി മാത്രമാകുന്നു എന്ന ലക്ഷ്യത്തോടു കൂടി നാം മുമ്പോട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഫിതനകൾ യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. ഒന്നിച്ചു നിൽക്കുക, ഒറ്റക്കെട്ടായി നിൽക്കുക, ഒരു കൂട്ടായ്മയായി തീരുക, പരസ്പരം സ്നേഹിക്കുക, പരസ്പരം ബഹുമാനിക്കുക. ആരെങ്കിലും നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയോ ഇറങ്ങിപ്പോയതിനു ശേഷം വാചാലരായിക്കൊണ്ട് ഫിതനയുടെ വാചകങ്ങൾ ഉദ്ധരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആക്ഷേപകരുടെ ആക്ഷേപങ്ങൾക്ക് നാം വിധേയരായി തീരേണ്ടതില്ല. ആക്ഷേപകർക്ക് ആക്ഷേപിക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ലൗമത്തിനെ സംബന്ധിച്ചിടത്തോളം ഭയമില്ല. കാരണം ആ ലൗമത്ത് യഥാർത്ഥത്തിൽ അർഹമായ ലൗമത്തല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കലിമത്ത് അത് ഉച്ചസ്ഥലമാകുന്നതിന് വേണ്ടി, അത് ഉന്നതമാകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക. അതിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുകയും ഏതൊരു ദഅവത്തിനു വേണ്ടി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു പ്രവർത്തനത്തെയും പുറംകാലുകൊണ്ട് തട്ടിക്കളയാതെ അതിൽ വ്യാപൃതരായിക്കൊണ്ട് അതിലൂടെ എന്തൊക്കെ നന്മ നമുക്ക് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ ആ നന്മയെ ഉദ്ദേശിച്ചുകൊണ്ട് ആ നന്മക്ക് വേണ്ടിയിട്ട് നാം പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകളിൽ നിന്ന് അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കിക്കൊണ്ട് അസൂയയും വെറുപ്പും അതുപോലെ തന്നെ അത്തരത്തിലുള്ള തെറ്റായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങളും മറ്റുമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കൊണ്ട് നമ്മുടെ മനസ്സുകളെ ശുദ്ധീകരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ ദഅവ രംഗത്ത് പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം ഏത് കാലഘട്ടത്തിലും എന്നും ഇൽമിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതുപോലെ ദഅവത്തിനാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളമുള്ള മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും നാൾ പ്രവർത്തിച്ചു വന്നത് ഇതേ രൂപത്തിൽ തന്നെയാകുന്നു. അതുകൊണ്ട് ആ ഒരു ആദർശപരമായ വിഷയങ്ങളിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അത് സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ അതാകുന്നു നമ്മുടെ ആദർശം എന്നതും സംഘടനാപരമായി ഒരു കൂട്ടായ്മ എന്നുള്ള നിലക്ക് കേരളത്തിൽ ആ ആദർശത്തെ ഉൾക്കൊണ്ടിട്ടുള്ള മുജാഹിദുകളുടെ കൂട്ടായ്മയാണ് നമ്മുടെയും കൂട്ടായ്മ. ആ കൂട്ടായ്മകളിൽ വിള്ളലുകളില്ലാതെ ഒന്നിച്ചു പോകുവാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളെപ്പോഴും നടത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. വിശുദ്ധ ഖുർആനും ഹദീസുകളും അതുപോലെ തന്നെ മറ്റ് നാഫിആയ അറിവുകളുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ നാം ഇപ്പോൾ ഇവിടെ നൂറുൽ ഖുർആൻ എന്ന പേരിൽ ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു വിശദീകരണമാകുന്നു യഥാർത്ഥം നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങൾക്ക് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയും രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ രജിസ്റ്റർ ചെയ്യുക. പലരും ആശങ്കപ്പെട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ഗ്രാമർ ഞാനിവിടെ വിശദീകരിക്കുന്നത് അത് അതേ രൂപത്തിൽ മനസ്സിലാക്കാൻ പലർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് ആ പരീക്ഷയിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന ഒരു ആശങ്കയാണ് പലർക്കുമുള്ളത്. ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുക. ഇത്തരത്തിലുള്ള നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കുക എന്നതല്ല ഈ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കൂടുതൽ പഠിക്കുവാൻ വേണ്ടി, വായിക്കുവാൻ വേണ്ടി, പ്രത്യേകിച്ച് മഹാനായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീർ അത് കൃത്യമായി നിങ്ങൾ ഒരാവർത്തി വായിക്കുകയാണെങ്കിൽ തന്നെ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു കൃത്യമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകും. പക്ഷെ അത് മനസ്സിരുത്തി വായിക്കണമെന്ന് മാത്രം. അങ്ങനെ മനസ്സിരുത്തി വായിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾ ധാരാളമായി ഇവിടെ ഈ ക്ലാസ്സിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വായിക്കുക, പഠിക്കുക, സാധിക്കുന്ന തരത്തിൽ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യുക. അതാകുന്നു ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. ഗ്രാമർ എന്നുള്ളത് കൂടുതൽ ചോദിക്കില്ല എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് പരമാവധി അതെല്ലാം ഉപയോഗപ്പെടുത്തണം എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇത് സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് നമുക്കിത് വലിയ ഒരു മുതൽക്കൂട്ടായി തീരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.